അതെ, ഈ IAS-കാർക്കും ബുദ്ധിയില്ലാതായാലും എന്ത് ചെയ്യും? പിള്ളേർ കളിയാണ്. IAS ജില്ലാ കളക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ കളിക്കുക, ഇതൊന്നും അനുവദിക്കാൻ പാടില്ലാത്തതാണ്. നോ ഓഫീസർ ഇൻ ദ ഗവൺമെൻറ് ഷുഡ് ഹാവ് എ സോഷ്യൽ മീഡിയ അക്കൗണ്ട്. ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഫേസ്ബുക്കിൽ അക്കൗണ്ട് എടുക്കുന്നതോടെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് മുഴുവൻ ഒരു ഫോറിൻ കമ്പനിക്ക് കൈമാറുകയാണ്. ഇപ്പോൾ പ്രശാന്തിനോട് ആരെങ്കിലും സംസാരിച്ചിട്ട് പ്രശാന്ത് ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നു എന്ന് വയ്ക്കുക. നിങ്ങൾ ഡിലീറ്റ് ചെയ്താൽ അത് സുക്കർബർഗിൻ്റെ സെർവറിലുണ്ട്. ഐ വുഡ് സേ ദിസ് പ്രശാന്ത് ഈസ് എ ഫൂൾ, എ ഫണ്ടമെൻ്റൽ ഫൂൾ. ബുദ്ധിശൂന്യനായ ഒരു IAS-കാരൻ. സ്വന്തം ഐഡൻറ്റിറ്റി മുഴുവൻ സായിപ്പിന് തീരെഴുതി കൊടുത്തിട്ട് ഇവിടെ കുറച്ച് പേരെ ചീത്ത വിളിച്ച് ആളുകൾ കളിക്കുന്ന ആൾ. ഇങ്ങനെ നേരത്തെ മുതൽ കളക്ടർ ബ്രോ, എന്ത് കളക്ടർ ബ്രോ? യു ക്യാൻ ബി കോൾഡ് എ ബ്രദർ, ദാറ്റ്സ് ഓക്കെ. ബട്ട് ഹൂ ഓതറൈസ്ഡ് യു? റാദർ വാട്ട് ഈസ് ദ സാങ്ക്ടിറ്റി ഓഫ് യൂസിങ് ഫേസ്ബുക്ക് ആസ് എ കമ്മ്യൂണിക്കേഷൻ മീഡിയം? ഞാൻ കൊറോണയുടെ സമയത്ത് എറണാകുളം ജില്ലാ കളക്ടർ കണ്ടെയ്ൻമെൻറ്റ് സോൺ അനൗൺസ് ചെയ്യുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിനാണ്. അതിൽ അട്ടർ കൺഫ്യൂഷൻ. കാരണം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് അദ്ദേഹം ഓപ്പറേറ്റ് ചെയ്യുന്നു. അതിൽ അദ്ദേഹം എഴുതി കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരും. 6-ാം വാർഡ്, 7-ാം വാർഡ്, 8-ാം വാർഡ്, ജനങ്ങൾ മൊത്തം ഇങ്ങനെയുള്ള ഫേസ്ബുക്ക് കയറി നോക്കിയിട്ട് വേണം ഇത് തീരുമാനിക്കാൻ. അപ്പോൾ 8-ാം വാർഡ് കണ്ടെയ്ൻമെൻറ്റ് സോൺ എന്ന് പറയുന്നു. കുറച്ച് കഴിയുമ്പോൾ ഇദ്ദേഹം അത് എഡിറ്റ് ചെയ്തിട്ട് 7-ാം വാർഡാക്കുന്നു. കാരണം ഒരുപാട് കംപ്ലൈൻറ്റ് താഴെ വന്നു. അപ്പോൾ 8-ാം വാർഡ് എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഇല്ല, ഞാൻ കണ്ടതാണല്ലോ. വീട് കയറി നോക്കുമ്പോൾ 8 കാണുന്നില്ല, 7-ആണ്. എന്തൊരു ഭോഷ്കായിരുന്നു. ഐ ട്രൈ ടു കോൾ ഹിം ബട്ട് ഐ കുഡ് നോട്ട്. അവർ കളക്ടറുടെ ക്യാമ്പ് ഓഫീസിൽ നിന്ന് ഒരു വാട്സാപ്പ് നമ്പർ എനിക്ക് തന്നു. ഇതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി, കളക്ടർ കണ്ടോളും. ഞാൻ മെസ്സേജ് അയച്ചു, കളക്ടർ കണ്ടു, ബ്ലൂ ടിക്ക് വന്നു, ബട്ട് നോ റിപ്ലൈ. ഐ ആം ലുക്കിംഗ് ഇൻ ടു ദ പ്രോബ്ലം എന്നെങ്കിലും പറയണ്ടേ? ഒരു സ്റ്റാൻഡേർഡ് ബ്യൂറോക്രസിയുടെ റിപ്ലൈ അതാണ്. വി ആർ ലുക്കിംഗ് ഇൻ ടു ദ പ്രോബ്ലം എന്ന് വെച്ചാൽ അതിനർത്ഥം ഇപ്പോൾ കാര്യം നടക്കില്ല എന്നാണ്. അതിനുള്ള ഭംഗിവാക്കാണ് ലുക്കിംഗ് ഇൻ ടു ദ പ്രോബ്ലം. അതെങ്കിലും എഴുതണ്ടേ? ചെയ്തില്ല. അപ്പോൾ ഞാനും ഫേസ്ബുക്കിൽ കയറി. എനിക്കും ഉണ്ടല്ലോ ഫേസ്ബുക്ക്. ഞാൻ ഫേസ്ബുക്കിൽ കയറി എഴുതി, ഈ നിർഗുണ പരബ്രഹ്മം അതിനെ ഒന്ന് കാണണം എന്ന് എനിക്കുണ്ടായിരുന്നു. എറണാകുളം ജില്ലാ കളക്ടറെ കണ്ടു, ഒന്ന് തൊഴുതു, സമാധാനമായി. എറണാകുളം ജില്ലാ കളക്ടർ അന്ന് ആരായിരുന്നു എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഗൺമാൻ എന്നെ വിളിച്ചു. സാർ എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ പറയും നല്ല വിശേഷം. സുഖം തന്നെയല്ലേ? എന്താ വിളിച്ചതെന്ന് ഞാനും ചോദിച്ചില്ല, എന്തിനാണ് വിളിച്ചതെന്ന് അങ്ങേര് പറഞ്ഞുമില്ല. പക്ഷെ സംഭവം വ്യക്തമാണില്ല. ഇത് ഈ ഒരു അവസ്ഥ ഉണ്ടാക്കരുത്. ഞാനെന്ന ഒരു റെസ്പോൺസിബിൾ പൗരൻ പ്രൊവോക്ഡായിട്ട് നിർഗുണപരബ്രഹ്മം എന്ന് എൻ്റെ കളക്ടറെ വിളിക്കുന്നു. ആ വിളി കളക്ടർ കേൾക്കാൻ പാടില്ല. ആ പ്ലാറ്റ്ഫോമിൽ കളക്ടർ ഉണ്ടാവാൻ പാടില്ല. വൈ ഡു യു യൂസ് ദിസ് ഫേസ്ബുക്ക്? ഇതൊരു ഫോറിൻ പ്ലാറ്റ്ഫോമാണ്. ഹാവ് യു എവർ സീൻ ചീഫ് സെക്രട്ടറി ഓർ സംബഡി യൂസിങ് ദ ഫേസ്ബുക്ക്? ഈവൻ ട്വിറ്റർ പോലും ഉണ്ടല്ലോ. അതിൽ പോലീസൊക്കെ ഉണ്ട്, UP പോലീസ്, നമ്മളുടെ സ്റ്റേറ്റ് പോലീസ് ചീഫൊക്കെ ട്വിറ്ററിലൊക്കെ ഉണ്ട്. അവരാകെ ചെയ്യുന്നത് ജനങ്ങളുടെ ഫീഡ്ബാക്ക് വായിക്കാനായിട്ട് ആ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നു. യു വിൽ നെവർ സീ സ്റ്റേറ്റ് പോലീസ് ചീഫ് റിയാക്ടിങ് ഓർ കമൻറ്റിങ് ഓൺ സംബഡീസ് പോസ്റ്റ്. ഇതിപ്പോൾ പ്രശാന്ത് എന്താ ചെയ്തത്? മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് എന്ത് മറുപടിയുണ്ട് ബ്രോ? ആരാ മേഴ്സിക്കുട്ടിയമ്മ എന്ന് ചോദ്യം. വല്ല കാര്യമുണ്ടോ? ഈ കീലേരി അച്ചുവിൻ്റെ സ്വഭാവം IAS കാണിക്കരുത്. അപ്പോൾ ഫേസ്ബുക്കിൽ ഇറങ്ങിയിട്ടൊരു കത്തി ഊരിപ്പിടിച്ചിട്ട് ഇറങ്ങി വാടാ ധൈര്യം ഉണ്ടെങ്കിൽ. വാട്ട് നോൺസെൻസ് ഇറ്റ് ഈസ്.